വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്നും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് 3000-ഓളം അനുയായികളോടൊപ്പം സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തെക്കേ ഇന്ത്യയിലെത്തി. ഏർവാടി കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ചതോടെ മതസൗഹാർദ്ദത്തിന്റെയും ആത്മശാന്തിയുടെയും വിളനിലമായി ഈ പ്രദേശം പരിണമിച്ചു. അന്ന് മധുര ഭരിച്ചിരുന്നത് തിരുപാണ്ഡ്യൻ രാജാവായിരുന്നു. അഹങ്കാരിയും അസൂയാലുവുമായിരുന്ന പാണ്ഡ്യന് ഏർവാടിയിലെ പുതിയ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. 13-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ഇവിടെ പാണ്ഡ്യന്റെ സൈന്യവുമായി ഇബ്രാഹിം ബാദ്ഷായുടെ സൈന്യങ്ങൾ ദിവസങ്ങളോളം ഏറ്റുമുട്ടി. പാണ്ഡ്യൻ സൈന്യത്തിലെ 1000 കൊല്ലപ്പെട്ടു. നിരവധി മുസ്ലിങ്ങളും ഷഹീദായി. അവരാണ് ഏർവാടി ശുഹദാക്കൾ. 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അറേബ്യയിൽ നിന്നെത്തിയ ഇസ്ലാമിക പ്രചാരകരാണ് സയ്യിദ് ഇബ്രാഹിം ബാദുഷയും സംഘവുമെന്ന് പറയുന്നു. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ തീരത്തേക്ക് മതപ്രചരണത്തിന് വന്ന ഇത്തരം ഒരു സംഘത്തെക്കുറിച്ച് രേഖകളില്ല. മാത്രവുമല്ല, 13-ാം നൂറ്റാണ്ട് ക്രിസ്തുബ്ദ പ്രകാരമാണെങ്കിൽ ഹിജറ 6-ാം നൂറ്റാണ്ടായിട്ടാണ് വരിക. അറേബ്യയിൽ നിന്ന് ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് മതപ്രചരണത്തിന് വന്ന ഇത്തരം ഒരു സംഘത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം നിശബ്ദമാണ്. സുവ്യക്തമായ ഒരു ചരിത്രം ഏർവാടിക്കില്ലെന്ന് മനസ്സിലാക്കുവാൻ പ്രേരിപ്പിക്കുന്നവയാണ് ഈ വൈരുദ്ധ്യങ്ങളൊക്കെയും. ഇബ്രാഹിം ബാദുഷയുമായി യുദ്ധം നടത്തിയ തിരുപ്പാണ്ഡ്യൻ എന്ന രാജാവിനെക്കുറിച്ചുള്ള കഥയിലും ധാരാളം അവിശ്വസനീയതകൾ പതിയിരിക്കുന്നുണ്ട്. പാണ്ഡ്യ രാജവംശത്തിലെ ഓരോ രാജാക്കന്മാർക്കും സവിശേഷമായ വ്യക്തിനാമങ്ങളുണ്ട്. എന്നാൽ തിരുപ്പാണ്ഡ്യൻ എന്നത് ഒരു വ്യക്തിനാമമല്ല. ഏതൊരു പാണ്ഡ്യ രാജാവിനെയും ആദരസൂചകമായി തിരു ചേർത്ത് വിളിച്ചു വന്നിരുന്നു. അതിനാൽ തിരുപ്പാണ്ഡ്യൻ എന്നത് ഒരു നിർദ്ദിഷ്ട വ്യക്തിയല്ലെന്ന് മനസ്സിലാക്കാം. മധുര അടിസ്ഥാനമാക്കി ഭരണം നടത്തിയ പാണ്ഡ്യ രാജവംശത്തിലെ ചരിത്രത്തെയും ഏർവാടി ശുഹദാക്കളെക്കുറിച്ചുള്ള കെട്ടുകഥകളെയും തമ്മിൽ കൂട്ടിയിണക്കുവാൻ മതിയായ രേഖകൾ ലഭ്യമല്ല. എന്നാൽ ചരിത്രത്തിന്റെ പേരിൽ നുണ പറയുകയും കറാമത്ത് എന്ന പേരിൽ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തൽപര കക്ഷികൾക്ക് ചരിത്രമോ യാഥാർത്ഥ്യങ്ങളോ വിഷയമാകാറില്ല. ഏർവാടിയും നാഗൂറും മുത്തുപേട്ടയും ഉൾപ്പെടെയുള്ള ദർഗകളുടെയും ഗുണഭോക്താക്കൾ കേരളത്തിന്റെ മുസ്ലിയാക്കന്മാരാണ്. അവർ മുസ്ലിങ്ങളെ ഏർവാടിയിലെ ദുർവൃത്തികളിലേക്കും അനാശാസ്യതകളിലേക്കും ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നു. മുസ്ലിങ്ങളിൽ കേരളത്തിൽ നിന്നെത്തുന്നവരാണ് ഏർവാടി ഭക്തരിൽ ഭൂരിഭാഗവും. വിശേഷിച്ച് മലബാറിൽ നിന്നുള്ളവരാണ് ഇവിടുത്തെ സന്ദർശകരിൽ 3/4 പങ്കും. അതുകൂടാതെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളുമാണ്. ഇവരിൽ തന്നെ ഏറെയും നിരക്ഷരരും നിരാലംബരുമാണ്. ഏർവാടി പ്രദേശത്തുകാരായ ചില ദരിദ്ര ജനവിഭാഗവും ഏർവാടിയുമായി ബന്ധപ്പെടുന്നത് അവരുടെ നിത്യവൃത്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലികൾക്കായി മാത്രമാണ്. അൽ ഇർഫാദിന്റെ 1997 ജൂലൈ ലക്കത്തിൽ ഈ സത്യം തുറന്നു സമ്മതിക്കുന്നു. കേരളീയരുടെ അന്ധവിശ്വാസങ്ങളെയും ഖബർഭക്തിയെയും ചൂഷണം ചെയ്യുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് ഏർവാടി എന്ന വസ്തുത അടിവരയിടുന്നതാണ് ഇവിടുത്തെ അറിയിപ്പുകളും ചുവരെഴുത്തുകളും മലയാള ഭാഷയിലാണ് എന്നത്. തമിഴ്നാട്ടിലെ കിഴക്കേ അറ്റത്ത് രാമനാഥപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏർവാടിയിൽ കേരളത്തിൽ നിന്ന് ഏറെ അകലെ കിടക്കുന്ന സ്ഥലമായിരുന്നിട്ടും ഇവിടെ അറിയിപ്പുകളും ചുവരെഴുത്തുകളും മലയാള ഭാഷയിലാണെന്നത് ഈ കേന്ദ്രത്തിന്റെ ഉപഭോക്താക്കൾ ഏറെയും മലയാളികൾ ആണെന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് ഏർവാടിയിൽ എത്തിച്ചേരുന്നത്. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായി 2 ലോക്കൽ ട്രെയിനുകൾ രാമനാഥപുരം വഴി കടന്നുപോകുന്നു. രാത്രി വണ്ടിയിൽ കേരളത്തിൽ നിന്നുള്ള ഏർവാടി സന്ദർശകരെ ധാരാളമായി കാണാം. മലബാറിലെ മുസ്ലിം സാധാരണക്കാരാണ് ഇവരിലധികവും. വളരെയധികം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഇവർ ഏർവാടിയിൽ എത്തിച്ചേരുന്നു. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവരെ സ്വീകരിക്കുവാൻ ഏർവാടിയുമായി ബന്ധപ്പെട്ട ഏജന്റുകൾ കാത്തിരിപ്പുണ്ടാവും. സയ്യിദ് ഇബ്രാഹിം ബാദുഷയുടെ ദർഗയാണ് ഏർവാടിയിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രം. ഇദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളായവരുടെ ഖബറുകളാണ് അവിടെയുള്ള മറ്റുള്ളവ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇബ്രാഹിം ബാദുഷയുടെ മന്ത്രിമാർ, പുത്രൻ അബൂ ത്വാഹിർ, ഭാര്യ സയ്യിദ് അലി ഫാത്തിമ തുടങ്ങിയവരുടെ ഖബറുകളും കാണാം. പഴക്കം ചെന്നവയും കെട്ടിപ്പൊക്കിയവയും പഴക്കമില്ലാത്ത താൽക്കാലികമായി കെട്ടിമറച്ചതും ഖബറുകളുടെ കൂട്ടത്തിൽ കാണാം. കേസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഇബ്രാഹിം ബാദുഷയുടെ മന്ത്രിമാർ എന്ന് തോന്നിപ്പിക്കുന്ന ചുമരെഴുത്തുകൾ ഇവിടെ കാണാം. വീരർ അബ്ദുള്ള എന്ന വ്യക്തിയുടെ പേരിലുള്ള ഒരു ഖബറും ഇവിടെ കാണുന്നു. ഇത്
ഇബ്രാഹിം ബാദുഷയുടെ മുഖ്യ സൈന്യാധിപനാണെന്നാണ് വിശ്വാസം. രോഗശമനമാഗ്രഹിച്ചും പ്രശ്നപരിഹാരത്തിനായും ഏർമാടിയിൽ എത്തുന്നവരുടെ പ്രശ്നങ്ങൾ മൺമറഞ്ഞുകിടക്കുന്ന ശുഹദാക്കൾ ഏറ്റെടുക്കുകയും രോഗികളെയും ആവലാതിക്കാരെയും പരിഗണിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്ന ഗോഷ്ഠികളെയാണ് കേസെടുക്കൽ എന്ന് പറയുന്നത്. മലക്കം മറയുകയും ശരീരഭാഗങ്ങൾ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുകയും ഒച്ചവെക്കുകയും മറ്റും ചെയ്യുന്നതാണ് കേസെടുക്കലിന്റെ അടയാളങ്ങൾ.